ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് മാൽഡീവ്സിലെ ഈദ് സെലിബ്രേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, മാൽഡീവ്സിൽ ഈദ് സെലിബ്രേഷൻ ആരംഭിച്ചത് ലാൻഡൻ ഷോയോടുകൂടിയാണ്. ഇതിൻ്റെ സംഘാടകർ മാൽഡീവ്സിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയതും ഇഷ്ടപ്പെട്ടതുമാണ് മാൽഡീവ്സിലെ ഫിഷിംഗ് കോമ്പറ്റീഷൻ. അതെ, നമ്മൾ കേൾവി മാത്രമുള്ളതാണ് ഫിഷിംഗ് കോമ്പറ്റീഷനെ കുറിച്ച്. അത് മാൽഡീവ്സിലാണ് പ്രധാനമായിട്ട് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇന്ന് ഇവിടെ കോമ്പറ്റീഷന് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് 3 ടീമുകളാണ്. അത് ഓരോ ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ടീം പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ ഹെൽത്തിനെ റെപ്രസെൻ്റ് ചെയ്തൊരു ടീം പങ്കെടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്തൊരു ടീം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 4-5 ടീം പങ്കെടുത്ത സ്ഥാനത്ത് ഈ പ്രാവശ്യം 3 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇത് അവരുടെ ഒരു ആചാരമാണ്. കോമ്പറ്റീഷന് പോകുന്ന ആ ടീമിന് ഇങ്ങനൊരു ഡ്രംസ് കൊട്ടിക്കൊണ്ടുവന്ന്, ഡ്രംസിന് ഇവർ പറയണത് ബൊളുബരു എന്നാണ്, അത് കൊട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 9 മണിയോടുകൂടിയാണ് കോമ്പറ്റീഷൻ ആരംഭിച്ചത്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ടീമാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും സ്കൂളിൻ്റെ സ്റ്റാഫ് ക്ലബിൻ്റെ ജേഴ്സിയൊക്കെ അണിഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. ആ പച്ചക്കളറിലെ കൊടിയാണ് നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് ക്ലബിൻ്റെ പതാക. അപ്പോൾ അതൊക്കെ നമ്മുടെ ബോട്ടിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കോമ്പറ്റീഷന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കോമ്പറ്റീഷനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തി. എല്ലാ ടീം അംഗങ്ങളും ബോട്ടിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇത് റിട്ടേൺ വരുന്നത് രാത്രിയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ അത്രയും സമയമാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വലയിട്ടല്ല അവർ മീൻ പിടിക്കുന്നത്, പകരം ചൂണ്ടയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. 3 ബോട്ടുകളും ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കരയിൽ നിൽക്കുന്നവരെല്ലാവരും ഹായ് ബൈ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഇനി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റുഡൻറ്റ് എടുത്ത വീഡിയോ ആണ്, ഡ്രോൺ ഉപയോഗിച്ചിട്ട്. അത് 3 ബോട്ടും നമ്മുടെ ജെട്ടി കടന്ന് ഉൾക്കടലിലേക്ക് പോകുന്നതൊരു വീഡിയോ ആണ്. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, എങ്കിലും ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ആകാശക്കാഴ്ചയാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ആ കടലിലൂടെ 3 ബോട്ടും ഇങ്ങനെ കയറി പോണത് അതൊരു അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കടലിൻ്റെ ഉള്ളിൽ അവർ ഫിഷിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പൾ എടുത്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, വലയിട്ടല്ല ചൂണ്ടയിട്ടാണ് അവർ പിടിക്കുന്നത്. എല്ലാ കോർണറിലും ഇങ്ങനെ നിന്നുണ്ട് അവർ ചൂണ്ടയിടുന്നു, ചൂണ്ടയിട്ട് പിടിക്കുന്നു. പിടിച്ചിട്ട് അങ്ങനെ കിട്ടിയ മീനെല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട്, ബോട്ടിനോട് കൂടി ചേർന്നൊരു ബോക്സാണ്, വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്, അതിലേക്ക് ഇടുകയാണ് പതിവ്. ഇനിയിപ്പോൾ അവരതൊക്കെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഇതെല്ലാം കൂടി സ്റ്റോർ ചെയ്ത് വൈകിട്ട് 7:10 ജെട്ടിയിൽ വരേണ്ടത്. 7:10 കൗൺസിൽ മെമ്പേഴ്സ് വന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫിഷിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് വിജയിയെ പ്രഖ്യാപിക്കുക. അപ്പോൾ 7:10 തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും 7 മണിക്ക് തന്നെ വന്ന്, ടീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, എല്ലാ സ്റ്റാഫും, സ്കൂളിൻ്റെ ഫുൾ സ്റ്റാഫും ജെട്ടിയിലുണ്ടായിരുന്നു. കാരണം അവർ റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ചിട്ട് സ്കൂളിൻ്റെ ടീമിന് നല്ലവണ്ണം മീൻ കിട്ടിയെന്നുള്ളൊരു അറിവാണ് നമുക്ക് കിട്ടിയത്. അവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ജെട്ടിയിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. കാര്യം ഈ കോമ്പറ്റീഷൻ്റെ ഫിഷ് ലാസ്റ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് കവറൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ വേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ അവരൊരു ബക്കറ്റിലാക്കി കൊണ്ടുവന്ന മീൻ എല്ലാവരും ഇങ്ങനെ ബോട്ടിൽ നിന്ന് എടുത്ത് ആ തറയിലേക്ക് തന്നെ ഇടുവാണ്. അവിടെ നമ്മുടെ ജെട്ടിയിൽ തന്നെ ഇങ്ങനെ ഫിഷിൻ്റെ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കുന്ന സ്ഥലമുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ അതുപോലത്തെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുവാണ്. ഇനി ഇവിടെ നിന്ന് ഫിഷ് ആ റെഡ് ബക്കറ്റിൽ കളക്ട് ചെയ്ത് വേ ചെയ്തിട്ട് വെയിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വേ ചെയ്യണത് നമ്മുടെ ടീമിൻ്റെ എന്ന് വെച്ചാൽ സ്റ്റാഫ് ക്ലബിൻ്റെ, സ്കൂളിൻ്റെ സ്റ്റാഫ് ക്ലബിൻ്റെ മീനാണ് ആദ്യമേ അവർ വേ ചെയ്യണത്, തൂക്കി നോക്കണത്. അപ്പോൾ ഇത് അവർ പ്രൈസ് അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഹാലിഫട്ടോൾ സ്കൂൾ. അതെ, ഫസ്റ്റ് പ്രൈസ് നമുക്കാണ്. എല്ലാവരും ഓളിയിടുമായിരുന്നു സന്തോഷം കൊണ്ട്. ഈ
വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ നമ്മുടെ സെക്കൻഡ് ഡേയും കൂടി കൂട്ടിച്ചേർക്കുവാണ്. അതിന് സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ വയ്യാത്തത് കൊണ്ട് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബേഡിനെ തൊട്ടുകൊണ്ട് തന്നെയാണ്. അതെ, മക്കാവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ മക്കാവ്. ഞങ്ങളുടെ ഇവിടെ തന്നെ 3-4 മക്കാവ്സ് ഉണ്ട്. അപ്പോൾ ആ ബേഡിനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി മടി വെച്ച് ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അതിനെ മടി വെച്ച് ഫോട്ടോയും എടുത്ത് പിന്നീട് നമ്മൾ പോയത് റാലി കാണാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. കാരണം പിള്ളേർ ഇങ്ങനെ പല പല വേഷത്തിൽ റോഡിലൂടെ ഡാൻസ് ഒക്കെ കളിച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഈവനിങ് ആയപ്പോൾ അടുത്ത കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അതെ, ഡോഡ്ജ് ബോൾ കോമ്പറ്റീഷൻ ആയിരുന്നു. ഈ പ്രാവശ്യം എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സും കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. കാരണം സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട്. കാരണം നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു കളിയാണ്. പക്ഷെ നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസും നമുക്ക് അറിയത്തില്ല. പക്ഷേ കണ്ടു വന്നപ്പോൾ എനിക്കും കുറച്ചൊക്കെ മനസ്സിലായി. ഇത്രയുമാണ് എനിക്ക് ഈദ് സെലിബ്രേഷൻ്റെ കോമ്പറ്റീഷൻസിനെ കുറിച്ച് നിങ്ങളോട് എടുത്തു പറയേണ്ടത്. ഇത് കൂടാതെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് കുറച്ച് ആകർഷകമായി തോന്നിയ വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ.